ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹെൽത്ത് കാർഡിനെ കുറിച്ചാണ്. പല പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നിന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന ഡേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഇവിടുന്ന് എടുത്തു തരും. അപ്പോൾ നമുക്ക് അവിടെ പോകാതെ തന്നെ, അവിടെ പോയിട്ട് ചിലപ്പോൾ ക്യൂ ആയിട്ട് നിന്നിട്ട് കുറേ ടൈം എടുത്തിട്ട് നമുക്ക് അത് അവിടെ പോകാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ഹെൽത്ത് കാർഡ് ഓൺലൈനായിട്ട് എടുക്കുന്നത്, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, അത് താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇവിടെയൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ശേഷം ഹി ഹെൽത്ത് പോർട്ടൽ എന്ന് എൻ്റർ ചെയ്യുക. ഹി ഹെൽത്ത് എന്ന് എൻ്റർ ചെയ്താൽ തന്നെ അവിടെ വരും. അപ്പോൾ മൊബൈലാണെങ്കിലും ഒക്കെ നമുക്കിത് സാധിക്കും. ഹി ഹെൽത്ത് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ വിൻഡോയിൽ രജിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളമാണ് വരുന്നത്. നമ്മുടെ ആധാർ നമ്പർ കറക്റ്റ് എൻ്റർ ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ആയത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആധാർ മൊബൈലിനായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക, ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ആധാർ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഐ അഗ്രി ക്ലിക്ക് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കായ ആധാർ ലിങ്കായിട്ടുള്ള മൊബൈലിലോട്ട് ഒരു OTP വരും. ആ OTP കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, OTP വന്നിട്ടുണ്ട്. OTP കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക, വെരിഫൈ കൊടുക്കുക. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ അവിടെ വരും. ഓക്കെ, ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈൽ നമ്പറും ചെയ്ത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ UHID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിവിടെ. ഓക്കെ, UHID നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ മൊബൈലിലോട്ട് നമുക്ക് വരും, മൊബൈലിലോട്ട് നമ്മുടെ മെസ്സേജ് ആയിട്ട് വരും, അതൊന്ന് സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ നമുക്കിത് ബുക്ക് ചെയ്യണം. അതിന് ലോഗിൻ കണ്ടോ റൈറ്റ് സൈഡിൽ, ലോഗിനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ID പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം വരും. അപ്പോൾ യൂസർ ID എന്ന് പറയുന്നതും പാസ്വേഡും രണ്ടും സെയിം UHID ആണ്. നമ്മുടെ മൊബൈലിലോട്ട് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോളത്തിൽ, രണ്ട് കോളത്തിലും, മുകളിലുള്ള കോളത്തിലും താഴെയുള്ള കോളത്തിലും നമ്മൾ UHID എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം. UHID എൻ്റർ ചെയ്യുക രണ്ട് കോളത്തിനും, ശേഷം ക്യാപ്ച അടിക്കുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ളൊരു OTP വരും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ യൂസർ ID ആയിട്ടും പാസ്വേഡ് ആയിട്ടും രണ്ടും UHID തന്നെയാണ്. നമ്മുടെ മൊബൈലിലോട്ട് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്യുക. ഞാനിവിടെ ഒരു കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി മൊബൈൽ നമ്പർ വീണ്ടും നമ്മളൊന്ന് എൻ്റർ ചെയ്യുക, ശേഷം പ്രൊസീഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ടൊരു OTP വീണ്ടും വരും. ആ OTP ഒന്ന് എൻ്റർ ചെയ്യുക, വെരിഫൈ കൊടുക്കുക. ഓക്കെ, വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെരിഫൈ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഓക്കെ, ഓക്കെ കൊടുക്കുക. വീണ്ടും നമ്മൾ UHID വീണ്ടും മുകളിലും താഴെയും എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്തത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു രണ്ട് കോളത്തിലും UHID എൻ്റർ ചെയ്തിട്ട് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പറൊക്കെയാണ് പാസ്വേഡായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത് നമ്മൾ ചെയ്യേണ്ടി വരും. ലോഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മുടെ പേരിന്റെ കൂടെ @ **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 >
നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഇൻവാലിഡ് കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. UHID 2 പ്രാവശ്യം അടിച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പാസ്വേഡ് വേറെ എൻ്റെ പേരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ലോഗിൻ കൊടുത്ത് വീണ്ടും ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു അറ്റോ ആശോ സ്റ്റാറോ എന്തെങ്കിലും കൂട്ടിയിട്ട് 1 2 അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി ആയി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും UHID 2 ഭാഗത്തും എൻ്റർ ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ UHID മുകളിലും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട, പാസ്വേഡ് കറക്റ്റ് ചെയ്തിട്ട് ക്യാപ്ച കറക്റ്റ് നോക്കി എൻ്റർ ചെയ്തിട്ട് അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഹെൽത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നേരെ ലോഗിൻ ആകും. ഓക്കെ, ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, പാസ്വേഡ് UHID മുകളിലും അതേപോലെ പുതിയ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് രണ്ടാമത്തും താഴത്തിലും എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു. ലോഗിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു, ഈ ഹെൽത്ത് അക്കൗണ്ടിലോട്ട് വന്നു. അതിൽ കണ്ടോ പ്രിൻ്റ് ഡൗൺലോഡ്. ഓക്കെ, നമ്മുടെ UHID കാർഡ് പ്രിൻ്റ് ഡൗൺലോഡ്. അതിൽ പ്രിൻ്റ് UHID കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ PDF ആയിട്ട് ഓപ്പൺ ചെയ്യും. അത് നമുക്ക് കാർഡാക്കിയിട്ട് ലാമിനേഷൻ ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോയിൻമെൻ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, അതിൽ കണ്ടോ അപ്പോയിൻമെൻറ്റ് കണ്ടോ, ന്യൂ അപ്പോയിൻമെൻറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് ആയിട്ട് ഏതെങ്കിലും ഡോക്ടറെ സ്പെഷ്യലായിട്ട് കാണിക്കാൻ, നമുക്ക് പേര് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഏത് വിഭാഗമാണ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതിൽ S കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും ഏത് ഡോക്ടറാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന ആ ഡോക്ടർ പേര് എൻ്റർ ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഓർത്തോ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അത് എൻ്റർ ചെയ്യാം. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അല്ലെ നമ്മൾ നേരെ ഡയറക്റ്റ് OPയിലാണ്, അതായത് ജനറൽ OPയിലാണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്താൽ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ട് ആ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മലപ്പുറം തിരുവങ്ങാടിയാണ് കൊടുക്കുന്നത്. മലപ്പുറം അവിടെ കോഴിക്കോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജൊക്കെ കൊടുക്കാം. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡേറ്റിനാണോ, ഇപ്പോൾ ഏത് ഡേറ്റ് ആണോ നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് അത് ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലൊരു ഇൻകം ചോദിക്കുന്നത്, അത് ജസ്റ്റ് നമ്മുടെ റേഷൻ കാർഡിലുള്ള ഇൻകം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഡേറ്റ് കൊടുത്തതിന് ശേഷം ആ ഇൻകം കൊടുത്ത് ചെക്ക് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ ചെക്ക് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഈ നമ്മുടെ സ്ലോട്ടുകൾ കാണിക്കും. അതിൽ ഞാൻ ഫസ്റ്റത്തെ ആ സ്ലോട്ട് തന്നെ അതിൽ അവൈലബിൾ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് ബുക്ക് അപ്പോയിൻമെൻറ്റ് അടിയിൽ കണ്ടോ ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ട് കൺഫേം ആവും. ഓക്കെ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്യുകയാണ്. ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. വെയിറ്റ് ചെയ്താൽ നമുക്കൊരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു സ്ലിപ്പ് വരും. അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ഹോസ്പിറ്റലിലേക്ക് പോകും.